രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവർക്കും എന്റെ ഈ വെളുത്ത സുന്ദര മുഖം കാണണം. പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ ഞാൻ ചിലർക്ക് മുല്ലപ്പൂവ്, ചിലർക്കാണെങ്കിൽ ടൈൽസ് പൊളിക്കുന്ന കരിങ്കല്ല്. എന്താല്ലേ, ഇനി ആ സങ്കടം വേണ്ട. എന്നെ എപ്പോഴും പഞ്ഞി പോലെ സോഫ്റ്റ് ആയി കിട്ടാൻ ഈ 3 രഹസ്യങ്ങൾ ശ്രദ്ധിച്ചോ. ഉഴുന്നരയ്ക്കുമ്പോൾ കുറച്ച് ഐസ് വെള്ളം ഒഴിച്ച് വെണ്ണ പോലെ അരച്ചെടുക്കണം. കൂടെ ഒരൽപ്പം ചോറോ അവലോ കൂടി ചേർത്താൽ ഞാൻ അങ്ങ് ഉഷാറാകും. മാവ് കലക്കുമ്പോൾ സ്പൂൺ മാറ്റിവെച്ച് കൈകൊണ്ട് തന്നെ നന്നായി ഇളക്കണം. കയ്യിലെ നാച്ചുറൽ ഈസ്റ്റ് മാവ് നന്നായി പൊന്തി വരാൻ സഹായിക്കും. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും മാവ് പുളിക്കാൻ വെക്കണം. പിന്നെ ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അല്പം എണ്ണ പുരട്ടാനും മറക്കരുത്. വെള്ളം നന്നായി തിളച്ച ശേഷം മാത്രം എന്നെ ആവിയിൽ വെക്കുക. വെറും 10 മിനിറ്റ്. അതിൽ കൂടുതൽ വേവിച്ചെന്നെ ദ്രോഹിക്കരുത് പ്ലീസ്. പിന്നെ ഇഡ്ഡലി എടുക്കാൻ നേരം സ്പൂൺ അല്പം വെള്ളത്തിൽ മുക്കിയെടുത്താൽ ഒട്ടും ഒട്ടാതെ നല്ല പഞ്ഞി പോലെ കിട്ടും. ചമ്മന്തിയും സാമ്പാറും എന്നെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ആരുടെ കൂടെ പോണമെന്ന് നിങ്ങളൊന്ന് കമന്റിൽ പറയുവോ. എന്നെ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഒരു ലൈക്ക് തരാനും മറക്കല്ലേ.